ഓണത്തെ വരവേറ്റ് ബ്യൂട്ടി സിൽക്സ് ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 30 വരെ ബ്യൂട്ടി സിൽക്സ് മിന്നിച്ചോണം. സ്ക്രാച്ച് ആൻഡ് വിന്നില്ല, നറുക്കെടുപ്പില്ല, കൈ നിറയെ വാരിക്കോരി സമ്മാനങ്ങൾ. 3000 രൂപ മുതൽ 6000 രൂപ വരെയുള്ള പർച്ചേസുകൾക്ക് ഡിന്നർ സെറ്റ് 6 പീസ് മഗ്സ്. 6000 രൂപ മുതൽ 10000 രൂപ വരെയുള്ള ഓരോ പർച്ചേസുകൾക്കും അയൺ ബോക്സ്. 10000 മുതൽ 15000 വരെയുള്ള പർച്ചേസുകൾക്ക് പ്രഷർ കുക്കർ. 15000 മുതൽ 20000 രൂപ വരെയുള്ള പർച്ചേസുകൾക്ക് നോൺ സ്റ്റിക് കുക്ക് വെയർ. 20000 മുതൽ 25000 രൂപ വരെയുള്ള പർച്ചേസുകൾക്ക് ഈസി കുക്ക് തുടങ്ങി നിരവധി സമ്മാനങ്ങൾ. ഈ തകർപ്പൻ ഓണം ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 30 വരെ മാത്രം. ആഘോഷിക്കൂ ഈ ഓണം മിന്നിച്ചോണം ബ്യൂട്ടിയോടൊപ്പം. ബ്യൂട്ടി സിൽക്സ്. എനി ടൈം ന്യൂസിൻ്റെ ന്യൂസ് റൗണ്ടപ്പ് എന്ന പുതിയൊരു സംരംഭത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. അവരുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾക്ക് ഒരു തുടർച്ച എന്ന നിലയ്ക്ക് പുതിയതായിട്ടുള്ള ഈ സംരംഭം പുതിയൊരു ന്യൂസ് അനുഭവം ജനങ്ങൾക്കുണ്ടാവുന്ന നിലയ്ക്ക് ഇത് ഒരു പുതിയ സംരംഭമായിട്ട് തുടങ്ങുകയാണ്. അതിന് എങ്കക്കാട് ദേശത്തിൻ്റെ ആശംസകൾ. ഇവരുടെ മുൻകാല പ്രവർത്തനങ്ങളിലുണ്ടായിട്ടുള്ള കുറവുകളും എല്ലാം നികത്തിക്കൊണ്ട് പുതിയ രീതിയിൽ നല്ല ഒരു ന്യൂസ് കവറേജ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിബി രാജേഷ്. വടക്കാഞ്ചേരി നഗരസഭയുടെ ദുർഭരണത്തിനും അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന രാപ്പകൽ സമരത്തിന്റെ സമാപന സമ്മേളനം KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു നേട്ടവും ഉണ്ടാക്കാൻ സാധിച്ചില്ല. കഴിഞ്ഞ 8 വർഷ കാലഘട്ടത്തിലെ ദുർഭരണത്തെ കുറിച്ച് ഇവരൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, നമ്മുടെ പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു ഗ്രാമപഞ്ചായത്ത് രൂപവൽക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രൂപവൽക്കരിക്കപ്പെടുമ്പോൾ അതിന് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവിടുത്തെ കുടിവെള്ളവും അവിടുത്തെ മാലിന്യ നിർമ്മാർജ്ജനവുമാണ്. മാലിന്യം എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ സ്വത്തായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന ഈ സമരം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യം മാലിന്യ നിർമ്മാർജ്ജന രംഗത്തെ സുതാര്യത ഉറപ്പാക്കണമെന്നാണ് പറയുന്നത്. ആ സുതാര്യത ഉറപ്പാക്കണമെന്ന് മാത്രമല്ല, ബയോമൈനിങ് നടക്കുന്ന ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ അതിന്റെ മോഡിഫിക്കേഷന് വേണ്ടി ഒരു ജനകീയ സമിതി വേണമെന്നാണ് സൂചിപ്പിച്ചത്. മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റ് CH ഹരീഷ് അധ്യക്ഷത വഹിച്ചു. നഗരസഭയിലെ മുഴുവൻ വീടുകളിലും ഈ വിഷയങ്ങളുമായി ജനസമ്പർക്ക പരിപാടി നടത്തുമെന്ന് നേതാക്കൾ അറിയിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ K അജിത് കുമാർ, ജിജോ കുര്യൻ, ഷാഹിദ റഹ്മാൻ, PJ രാജു, വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TS മായാദാസ്, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സന്ധ്യ കോടക്കാടത്ത്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബുഷറ റഷീദ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ AS ഹംസ, TV സണ്ണി, ബ്ലോക്ക് സെക്രട്ടറിമാരായ ശശി മംഗലം, ബാബുരാജ് കണ്ടേരി, ബാബു കണ്ണനായിക്കൽ, CR രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്.